എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ കാൽ വഴുതി വീണ വയോധികൻ കിണറ്റിൽ കഴിഞ്ഞത് 10 മണിക്കൂർ. കോട്ടപ്പടി സ്വദേശി എൽദോസ് ഇന്നലെ രാത്രി 8 മണിയോടെയാണ് കിണറ്റിൽ വീണത്. രാവിലെയാണ് അഗ്നിരക്ഷാസേന എത്തി ഇദ്ദേഹത്തെ പുറത്തെത്തിച്ചത്. ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലാൽ, എന്തായാലും ഇത്രയും പ്രായമുള്ള വ്യക്തിയാണ്. 10 മണിക്കൂർ കിണറ്റിൽ കിടക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ആ സമയത്തൊന്നും ആർക്കും ഇതറിയാൻ കഴിഞ്ഞില്ല, അല്ലേ? ക്രിസ്tina, രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം മുറ്റത്ത് കൂടി നടക്കുന്നതിനിടയിൽ ചെറിയ അസ്വസ്ഥത തോന്നി. ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ കണ്ടത് കിണറിൻ്റെ വക്കായിരുന്നു. അതുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച സമയത്ത് താഴെ കിണറ്റിലേക്ക് പോയി എന്നുള്ളതാണ് എൽദോസ് തന്നെ നാട്ടുകാരോട് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ബഹളമെല്ലാം വെച്ചിരുന്നെങ്കിൽ പോലും ആരും അറിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ച് ആ സമയത്ത് ആരും അറിയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ അങ്ങനെ വീടുകളും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ അതേ കിണറ്റിലേക്ക് തന്നെ കടന്നൊരു ഓസിൽ പിടിച്ചു തൂങ്ങിക്കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് എൽദോസ് തന്നെ പറഞ്ഞത്. രാവിലെ ബഹളം കേട്ട് അയൽവാസിയായ ഒരാൾ വന്നെത്തി നോക്കുമ്പോഴാണ് എൽദോസിനെ കിണറ്റിൽ കാണുന്നത്. പിന്നെ നാട്ടുകാരെല്ലാം കൂടി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും തങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കി രാവിലെ 6:06 കൂടി കോതമംഗലത്ത് നിന്നുള്ള അഗ്നിരക്ഷാസേന എത്തുകയായിരുന്നു. പിന്നെ അവരാണ് കിണറ്റിലിറങ്ങി എൽദോസിനെ കരക്കയറ്റുന്നത്. എന്തായാലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. ഈ 10 മണിക്കൂർ ഒരു വയോധികൻ ഓസിൽ പിടിച്ചു തൂങ്ങി കിടന്നു എന്നുള്ളത് തന്നെ വലിയൊരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടാതെ കാത്തിരുന്നു എന്ന് തന്നെ വലിയ സംഭവം തന്നെ കാണുന്നുണ്ട്. എന്താണെങ്കിലും എൽദോസ് പുറത്തെത്തിയപ്പോൾ നാട്ടുകാർക്കും എല്ലാവർക്കും വലിയ ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. എൽദോസിൻ്റെ വീട്ടിൽ തന്നെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ സംഭവം ആരും അറിയാതെ പോയത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്താണെങ്കിലും കോതമംഗലത്തെ അഗ്നിരക്ഷാസേന രാവിലെ വിവരമറിഞ്ഞ് എത്തുമ്പോഴും ഇതേ ഓസിൽ തന്നെ പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു എൽദോസ് ഉണ്ടായിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.